ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി എന്താണ്, അവരുടെ കറന്റ് തോട്ട്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായി നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറലിസ്റ്റ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. എൻ്റെ അടുത്തുനിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിൽ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് നല്ല നല്ല മൊമെന്റ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ആ ഒരു മൊമെന്റ്സ് എല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അവരൊരു വെളിച്ചം തേടിയുള്ള യാത്ര. അപ്പൊ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അവർ പോയ സ്ഥലത്ത് നിന്നും അവർക്കൊരു വലിയ രീതിയിലുള്ള പൊള്ളലേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു പൊള്ളലേറ്റതിനെ തുടർന്ന് അവരൊരു വെളിച്ചം തേടിയുള്ള യാത്ര, ആ ഒരു യാത്രയിലേക്ക് നടന്ന് നീങ്ങുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏറ്റ ആ ഒരു പൊള്ളല്, ആ ഒരു മുറിവ് ഈ ഒരു വ്യക്തിക്ക് എവിടെ നിന്നോ ഏറ്റിട്ട് അവിടെ നിന്നും അവർ തിരിച്ചു നടക്കുന്നു, ഒരു വെളിച്ചത്തിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരു എനർജി. അതാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ എനർജി കാർഡായിട്ട് തന്നെ പറയുന്നത്. സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. സ്വയം ഒരു സെൽഫ് ലവ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ അർഹമായ ഒരു സ്നേഹം പ്രകടിതമായിട്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് കൊടുക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഒരു സിംഹത്തിന്റെ, അതായത് ഒരു ഗർജിക്കുന്ന സിംഹത്തിന്റെ സ്വഭാവമായിരുന്നു നിങ്ങളുടെ പേഴ്സണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ ക്യാരക്ടറിൽ നിന്നും ഒരുപാട് ചേഞ്ച് ആയിട്ട് ഒരു ആട്ടിൻകുട്ടി പോലെ, അതായത് അത്രത്തോളം നിഷ്കളങ്കമായ ഒരു ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിച്ച ആ ഒരു യാതനകൾ അവരുടെ ക്യാരക്ടറിനെ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ ഈ ഒരു രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒരു ഈഗോയിസ്റ്റ് അല്ലെങ്കിൽ സെൽഫിഷ് അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഭയങ്കര സ്മാർട്ട് ആയിട്ട് പെട്ടെന്ന് ചാടി കയറുക, ദേഷ്യപ്പെടുക, എല്ലാത്തിനും ഒരു സ്ട്രക്ചർ വേണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെ ഒരു പിടിവാശിക്കാരൻ അല്ലെങ്കിൽ ഒരു പിടിവാശിക്കാരി, ആ ഒരു രീതിയിലായിരുന്നു നിങ്ങളുടെ വ്യക്തി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഏറ്റിരിക്കുന്ന ഈ ഒരു മുറിവ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിനെ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നു. സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരെ അർഹമായ രീതിയിൽ സ്നേഹം കൊടുത്തു കൂടെ നിർത്തുവാനും ഉള്ള ഒരു മനസ്സ് നിങ്ങളുടെ പേഴ്സണ് കൈവന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ ഈ ഒരു വ്യക്തിയുടെ മെമ്മറിയിലേക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്നും അകന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ വളരെയധികം ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ ഒരു ചിന്തകൾ അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം അവർക്കത് വേദനയും അതുപോലെ തന്നെ സന്തോഷവും നൽകുന്നു. സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ presence അവരുടെ ഉള്ളിൽ ഒരു happy hormones നെ produce ചെയ്യുന്നതായിട്ടും, സങ്കടം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കാം നിങ്ങളെ നിങ്ങളുടെ life ൽ നിന്നും വേദനിപ്പിച്ച് ഇറങ്ങി പോന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിന്റെ ഒരു വിഷമവും ഇവരുടെ ഒരു മനസ്സിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർ നിങ്ങളെ ഒരുപാട് മെമ്മറൈസ് ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് ഇവർക്ക് മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങൾക്കും അർഹമായ ഒരു സ്നേഹം നൽകണമെന്ന് അവർ മനസ്സുകൊണ്ട് ഒരുപാട് തീരുമാനിച്ച് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു എനർജി. പേജ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. ഏത് രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് എങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉള്ള വ്യക്തികളായിരിക്കാം ഒരു പക്ഷേ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിബന്ധനകൾ അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു തടസ്സങ്ങൾ എന്ത് തന്നെയാണ് എങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഭയമായിരിക്കാം ഇപ്പോൾ. ഇനി നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു ഭയം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏതാണോ സ്റ്റാറ്റസ് വരുന്നത് അതനുസരിച്ചുള്ള തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരിക്കാം. അപ്പൊ തടസ്സങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ എല്ലാം ആ ഒരു മറ നീക്കി പുറത്തേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തണമെന്ന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിയിലും മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടിയിരിക്കുന്നത് അതെല്ലാം തന്നെ സ്വയം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. അവരായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തീർത്തും ഒരു മുരടിച്ചു പോയ അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു മുരടിച്ചു പോയിരിക്കുന്ന ഈ ഒരു ചെടിയുടെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് മൊട്ടുകൾ ഇട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതുവരെ ഇതിനൊരു വളർച്ച ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരായിട്ട് തന്നെ imagine ചെയ്യുകയാണ് ഈ മൊട്ടിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പുഷ്പിച്ച് വരുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന ഒരു courage ആണ്, ഒരു വളർച്ചയാണ്. അപ്പൊ അതില് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിട്ട എഫേർട്ടിന് പകരമായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള എഫേർട്ട് ആണോ ഇതിന് വേണ്ടത് ആ ഒരു എഫേർട്ട് താൻ നേരത്തെ ഇടേണ്ടിയിരുന്നതാണ് എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഈ ഒരു കാര്യത്തിലേക്ക് ഇടാനായിട്ട് തയ്യാറായിട്ട് ഇവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊരു നഷ്ടബോധം അല്ലെങ്കിൽ വളരെയധികം ഒരു കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി. സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെ മറ്റു പല രീതിയിലുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനെ ഒരു നിമിഷം കണ്ണടച്ചിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോയ ഒരു വ്യക്തികളായിരിക്കാം. നമുക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ചീറ്റിംഗ് എനർജി എന്ന് പറയുന്ന ഒരു തേർഡ് സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പല സാഹചര്യങ്ങളാകാം, ഫാമിലി ആകാം, വ്യക്തിയാകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ചീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ച അല്ലെങ്കിൽ യാതനകൾ അനുഭവിച്ചവരായിരിക്കാം. ഒരുപാട് അവസരം മുന്നിൽ വന്ന് പെട്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് അവിടെ നിന്ന് ഏറ്റിരിക്കുന്ന ഒരു പൊള്ളല് എന്ന് പറയുന്നത് അവരെ ഒരു തിരിച്ചറിവിലേക്ക് നയിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാലം ഒരു കർമ്മയുടെ രൂപത്തിലേക്ക് അവരുടെ അടുത്ത് ഏതോ രീതിയിൽ ഒരു ദൈവിക ശക്തിയുടെ രൂപത്തിൽ അവർക്കൊരു പകരം ചോദിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ ആദ്യത്തെ ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. ടു ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. പ്ലാനിങ് ആണ്. അവർ ഏത് രീതിയിൽ വേണം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യത്തിലേക്ക് തിരിച്ചെത്താൻ ഈ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അവരാകെ പെട്ടുപോയിരിക്കുകയാണ്. ഈ ഒരു മുറിക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഭൂമി മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു മുറിയാണ്. ഈ ഒരു ലോകം അവർക്ക് ഈ ഒരു മുറിയുടെ ഉള്ളിലാണ്. പുറത്തേക്കുള്ള കാഴ്ചകൾ അവർ ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. പുറത്ത് എത്ര മനോഹരമായ കാഴ്ചകളാണ്, ഇതുവരെ താൻ അത് ആസ്വദിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപക്ഷേ അവർ അറിയുന്നുണ്ടായിരിക്കാം ഒരു spy work ലൂടെ. ആ ഒരു spy work ലൂടെ അവർ അറിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. കാരണം അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് തീർത്തും ഇവരിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് യാതനകൾ ഒരുപാട് വേദനകൾ അനുഭവിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്.
അപ്പൊ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളിലേക്ക് എത്തണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ ഓരോ കാര്യങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അവരുടെ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഒരു ഫാമിലി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഫാമിലിയെ, നിങ്ങളുടെ കുട്ടികളെ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അവർ നിങ്ങളെ ഇട്ടിട്ട് പോയതിന്റെ ഒരു വേദന അവരുടെ മനസ്സിൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാലമായിട്ട് തന്നെ ആ ഒരു വേദന അവരെ അനുഭവിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്തിന്റെ ഒരു തിരിച്ചടി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഫാമിലിയിലേക്ക് എത്രയും വേഗം ഓടി എത്തണം എന്നാണ്. ആ ഒരു തോട്ട്സ് ആണ് അവരുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ട് നിങ്ങളുടെ ആ ഒരു കണ്ണീര് കണ്ടിട്ട് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് എത്രത്തോളമാണോ ആ ഒരു അത്രത്തോളം പെയിന് അവരായിട്ട് തന്നെ വരുത്തി വെച്ചിട്ട് അനുഭവിക്കുക. സ്വയം വരുത്തി വെച്ചിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ടു ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു നിർണായകമായ ഘട്ടം വന്നപ്പോൾ നിങ്ങളുടെയും മറ്റു പല കാര്യങ്ങളും അവരുടെ മുന്നിലേക്ക്, പല അവസരങ്ങളായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പല അവസരങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നപ്പോൾ നിങ്ങളെന്ന് പറയുന്ന അത്രത്തോളം അവരുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ അവരായിട്ട് ഒരു ജഗ്ലിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അവർ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വ്യക്തി അതിൽ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിസിഷൻ എടുക്കേണ്ടിയിരുന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ താൻ എടുക്കാതിരുന്ന ഒരു ഡിസിഷന്റെ ഭാഗമായിട്ട് താൻ തന്നെയാണ് സ്വന്തം വിലയ്ക്ക് കാരണമായത് എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയ വ്യക്തികളായിരിക്കാം. ഒരു ആഘോഷം, സന്തോഷം അതുപോലെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഒരു ജീവിതം മുന്നോട്ടേക്ക് പോയിരുന്നത്. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ഈ ഒരു പേഴ്സണ് ഇവരുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഇവരുടെ ഒരു തോട്ട്സ് എല്ലാം തന്നെ മാറി തുടങ്ങി. നിങ്ങൾ ഇവർക്ക് ഒരു ബർഡൻ ആയി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഇവർ വലിയ വാല്യൂ ഒന്നും നിങ്ങൾക്ക് തരാതെയായി. ഇവർക്ക് മറ്റു പല കാര്യങ്ങളുമായി ഇവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴാണ് നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഇളക്കം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. അത്രയും സന്തോഷത്തോടു കൂടി പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവരങ്ങോട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മൈൻഡ് ചെയ്യാതെ ഇവരുടേതായ ഒരു ലോകം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരുടെ സന്തോഷം മുഴുവനും ഇവർ സ്വയം കണ്ടെത്തി ആസ്വദിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരു വാല്യൂ തരാതെ പോയ വ്യക്തികൾ. എന്നാൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് ടു ഓഫ് കപ്സ് ആണ്. ഇവർക്ക് നിങ്ങളെ വേണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം ഇവർക്ക് നേടണം. ഇവർക്ക് നിങ്ങളെ കൂടാതെ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് ഇത്രത്തോളം കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെ ലൈഫിൽ നേരിടേണ്ടി വന്നത്. ആ ഒരു ചിന്ത ഈ ഒരു പേഴ്സണെ മാനസികമായിട്ട് ഒരുപാട് ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ മനസ്സുകൊണ്ടിട്ട് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരു മാപ്പ് പറയുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങളുടെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ തോട്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെവൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു വലിയ ചതി നിങ്ങൾക്ക് തന്നിട്ട് പോയ വ്യക്തികളാണ്. അപ്പൊ നിങ്ങളെ ചതിച്ചു പോയ ഒരു സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു വ്യക്തി ഏൽപ്പിച്ച ഒരു മുറിവ് എന്ന് പറയുന്നത് തികച്ചും ഒരു വലിയ ആഘാതം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു കുളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കിണറിലേക്ക് തള്ളിയിട്ടൊരു ഒരവസ്ഥ, നിങ്ങൾക്ക് ഒട്ടും കേറാൻ പറ്റാതെ നിന്നൊരവസ്ഥ. നിങ്ങളിപ്പോ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കുട്ടികളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തികച്ചും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻ. ഇനി നിങ്ങൾ ലവേഴ്സ് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണോ, ഏതാണോ നിങ്ങളുടെ സ്റ്റാറ്റസ് വരുന്നത്, നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് എത്രത്തോളമാണോ നിങ്ങളുടെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം തന്നെ ഒരു പെയിൻ നിങ്ങൾക്ക് തിരിച്ചടിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കണ്ണുനീര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനേറ്റ ആ ഒരു മുറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോഴും ഉണങ്ങി തീർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ നിമിഷവും ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന വഴിപാടുകളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിരിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് കിടന്ന് വേകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കിടന്ന് നോവുക എന്ന് പറയുന്നത് കാലത്തിന്റെ ഒരു തിരിച്ചടിയായിട്ട്, അതായത് കർമ്മ,
കർമ്മ ഈസ് എ ബൂമറാങ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു കർമ്മ തിരിച്ചടിച്ചു എന്ന് തന്നെ നമുക്കിവിടെ കാണിക്കുന്നത്. ചിലവരുടെ കേസിൽ കുറച്ചധികം നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡ് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്ഥാനം പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ ഇത്രത്തോളം വേദനിപ്പിച്ചു പോയി ആ ഒരു വ്യക്തിക്ക് ഒരു കർമ്മ അവരുടെ ലൈഫിൽ വളരെ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവര് നേരിട്ടിരിക്കുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത് തികച്ചും വലിയൊരു ആഘാതമാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഒട്ടും തന്നെ ഇപ്പോഴും ഇവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നൊരു വേദന, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞത് കൊണ്ടാണല്ലോ തിരിച്ച് താനിത് അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ കർമ്മ അവർക്ക് തിരിച്ചടിച്ചത് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അവർ ചെയ്തതിന്റെ തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ബോധമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടേത്. അവർക്കത് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അടി കിട്ടി വീണ് കിടന്നപ്പോൾ ആരും ഇല്ലാതെ വന്നൊരു സമയത്താണ് അവർക്കത് തിരിച്ചറിയുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിക്കും നിങ്ങളുടെ ബന്ധത്തിനെ ഒരു പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ ജീവിതത്തിന്റെ തുടക്കം. അതിപ്പോ നിങ്ങളുടെ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലിനെ വീണ്ടും ഒന്നുകൂടെ പുതുക്കി തുടങ്ങുക. അല്ല നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളൊരു മാരേജിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഏറ്റു പറയാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. എല്ലാം ഏറ്റു പറഞ്ഞ് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് കുറിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ടവർ എനർജി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും ഒരു കർമ്മ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇവർ എത്രത്തോളം ഉയരത്തിലേക്കാണോ ഇവർ പോയത്, അവിടെ നിന്നും തിരിച്ചടി വന്നിട്ട് താഴേക്ക് വീണ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ടവർ ആണ് വന്നിരിക്കുന്നത്. ഇടിമിന്നൽ ഏറ്റതുപോലെ പെട്ടെന്ന് കർമ്മ വന്നിട്ട് തിരിച്ചടിച്ച് വീഴ്ത്തിയിരിക്കുന്നു. തികച്ചും വലിയൊരു ആഘാതം തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന വലിയ ഒരു പൊള്ളല്, അല്ലെങ്കിൽ ആ ഒരു മുറിവാണ് ഈ ഒരു വെളിച്ചം. ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് തീർത്തും നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെളിച്ചമാണ്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ എത്രത്തോളം സത്യസന്ധമായിട്ടാണോ നിന്നത്, ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു സത്യം തേടിയുള്ള, അല്ലെങ്കിൽ ആ ഒരു സത്യത്തിന് നേരെ തിരിഞ്ഞ് അവർ നടക്കുകയാണ്. തിന്മയുടെ നേരെ മുഖം തിരിച്ചിട്ട് ഇപ്പൊ നന്മയിലേക്കുള്ള ഒരു യാത്ര. ഒരു സമയത്ത് നന്മയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് തിന്മയുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ കർമ്മ അവരെ തിരിച്ചടിപ്പിച്ചിട്ട് ഇപ്പോൾ അവരെ കൊണ്ട് തന്നെ തിരിച്ചു നടത്തിക്കുന്നു. സ്വയം ചെയ്ത തെറ്റുകൾ സ്വയം തന്നെ അനുഭവിച്ചിട്ട് തിരിച്ചു വരണം. അതാണ് ഈ ഒരു കാലത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു കാലത്തിന്റെ നിയമത്തിനനുസരിച്ച് തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു സ്നേഹത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അവർ വരുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചതിന്റെ തിരിച്ചടി അതുപോലെ തന്നെ തിരിച്ചറിവും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ സത്യത്തിൽ തുറന്നു പറയാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാനോ അവർക്ക് ആരും ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. കാരണം ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മേ ബി ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തതുപോലെ മറ്റു പല വ്യക്തികൾക്കും ഇവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് ഇവരുടെ സ്വാർത്ഥത അല്ലെങ്കിൽ ഇവരുടെ കാര്യമാണ് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ളത്. അപ്പൊ നേരത്തെ എന്ന് പറയുന്നത് ഇവർ വളരെ ഒരു ഹൈ എനർജിയിൽ നിന്ന സമയത്ത് ഇവർക്ക് അതൊന്നും എഫക്ട് ചെയ്തിട്ടില്ല. ഇവരുടെ ലൈഫിലേക്ക് ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു ലോ എനർജിയിലേക്ക് ഇവർ പോയ സമയത്ത് ഇപ്പൊ ഇവർ ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല പോലെ നിങ്ങളുടെ പേഴ്സൺ ഓരോ കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാലം അവർക്ക് ചോദിച്ചിരിക്കുന്ന ഈ ഒരു പകരം ചോദിക്കൽ തന്നെയാണ്. ഒരുപാട് വ്യക്തികള് ഇപ്പൊ നമ്മുടെ കമന്റ്സ് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ചാറ്റ് ആയിട്ടാണെങ്കിലും അയക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും നാൾ ഇരുന്നിട്ടും ആ ഒരു വ്യക്തി തിരിച്ചു വന്നിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോഴും മര്യാദക്ക് ജീവിക്കുകയായിരിക്കുമല്ലേ എന്നുള്ളതൊക്കെ. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ഡിവൈൻ ടൈം ഉണ്ട്. നിങ്ങളുടേതായ ഒരു ഡിവൈൻ ടൈം എത്തുമ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഈ ഒരു കാലം അത് തെളിയിച്ചു തരും നിങ്ങൾക്ക്. ചില വ്യക്തികൾക്ക് കുറച്ച് ദിവസം മുമ്പായിരിക്കും അത് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റു ചില വ്യക്തികൾക്ക് കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കാം. നിങ്ങൾ എത്രത്തോളമാണോ ഈ ഒരു ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളമാണോ വേദനിച്ചിട്ടുള്ളത്, ആ ഒരു വേദനകളുടെ 4 മടങ്ങ് തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അതിപ്പോ ഏത് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ വരുന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തികൾ അത് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. അത് കാലത്തിന്റെ ഒരു നിയമമാണ്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന ഒരു നിയമമല്ല. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്നത്.
ഒരുപാട് പാഠങ്ങൾ പഠിച്ചു നിൽക്കുന്ന വ്യക്തി. പേജ് ഓഫ് സോർഡ്സ് ആണ്. ഒത്തിരി പാഠങ്ങൾ, ജീവിതമാകുന്ന പാഠങ്ങൾ ഇവരെ ഒരുപാട് വഴികളിലൂടെ നടത്തി. ഒരു നൂൽപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ ഇവരുടെ യാത്ര. ആ ഒരു നൂൽപ്പാലത്തിലൂടെ നടക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഭയം വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ഇവർ റിസ്ക് എടുക്കാനൊന്നും തയ്യാറാവുന്ന വ്യക്തികളായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ള സ്റ്റാറ്റസ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ബർഡൻ ആയിട്ട് കണ്ടിട്ട് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സ്വന്തം കാര്യം നോക്കി കൈ കഴുകി പോയ വ്യക്തികളായിരിക്കാം ഇവർ ഒരു പക്ഷേ. പക്ഷെ ഇപ്പോ ഈ ഒരു സമയത്ത് ഇവർ എല്ലാ പാഠങ്ങളും പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് അറിയാം ഒരു നന്മ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നേരായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ കണ്ണുനീര് കണ്ടിട്ട് അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പോയത് എത്രത്തോളം ഉയരേക്കാണോ അത്രത്തോളം തന്നെ താഴേക്ക് നിലം പതിക്കേണ്ടതായിട്ട് വരും. ജീവിതം എന്ന് പറയുന്നത് തികച്ചും ഒരു സർക്കിൾ പോലെയാണ്. ഒരു കയറ്റമിറക്കം അതിന് തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ കാലവും ഒരാൾ ഉയർന്നു തന്നെ നിൽക്കുകയില്ല. ഈ ഒരു തിരിച്ചറിവൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് വരുന്നത്. അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതിലുണ്ടായ കാര്യങ്ങൾ, മുന്നോട്ടേക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ഡബിൾ എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു തേർഡ് സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് ഇവിടുത്തെ ഒരു എനർജിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് പോലും ഒരു വ്യക്തി സാന്നിധ്യം ഉള്ളതുപോലെ തന്നെ ഇവരുടെ തോട്ട്സ്, ഇവരുടെ മൈൻഡ് സെറ്റ് ആണ്. ഇവരുടെ ഒരു എന്താ പറയാ, ഇവരുടെ ഒരു എനർജി എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ഭയങ്കര ഒരു ക്രൂരത നിറഞ്ഞ, അല്ലെങ്കിൽ ഭയങ്കര സ്വാർത്ഥത മനോഭാവമുള്ള ഒരു വ്യക്തികൾ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി, ഇന്നത്തെ വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജിയിൽ ആ ഒരു പേഴ്സൺ തീർത്തും ഒരു സ്വാർത്ഥത മനോഭാവമുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആള്, സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും മാത്രം വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഭയങ്കര സ്നേഹം തന്നവരായിരിക്കാം. പക്ഷെ ആ ഒരു സ്നേഹം തരുന്ന സമയത്ത് പോലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ സെൽഫിഷ് പേഴ്സൺ തന്നെയായിരുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നത്. ആ ഒരു സമയത്തും അപ്പോഴും ഇവർ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മുഖംമൂടി അണിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ നിന്നിരുന്നത്. നിങ്ങളുടെ സ്നേഹം എങ്ങനെയെങ്കിലും നേടാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ സ്നേഹം ഉണ്ടായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. പക്ഷേ ഇവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ നേടണം എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഇവർ പല കളവുകളും നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ അതെല്ലാം തിരിച്ചറിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇവരോട് ക്ഷമിച്ചിട്ടും ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ കൂടെ നിന്ന വ്യക്തികൾ തന്നെയായിരിക്കാം അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷേ ഒരു നിർണായകമായ ഘട്ടം വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് വേറെ പല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും കണ്ണു അടച്ച് അവര് നിങ്ങളെ ഒരു ജഗ്ലിംഗ് സ്റ്റേജിലേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി പകുതി വരെ പോയപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇവരുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് ഇവർ മുന്നോട്ടേക്ക് പോയി. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇവർ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർ അതിന്റെ ജീവിത പാഠങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫൈവ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവർക്കിപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഇവരുടെ കയ്യിൽ തന്നെ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഈ ഒരു കീ ഈ ഒരു ഹോളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡോർ തുറക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവർക്ക് അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇവർ പഠിക്കുകയാണ്, ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർത്തും ഒരു ഒറ്റപ്പെടലും വേദനയും ഇവരുടെ ലൈഫിൽ ഇവർ തിരിച്ചറിയണം എന്നുള്ളത് ഈ ഒരു കാലത്തിന്റെ നിയമമാണ്. ആ ഒരു നിയമം ഈ ഒരു വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇവരിപ്പോ മനസ്സുകൊണ്ട് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. അവർ മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഏറ്റ തിരിച്ചടികൾ ഈ ഒരു പേഴ്സണെ തീർത്തും മറ്റൊരു മനുഷ്യനാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ ഇത്രയും നാളും ഇത്രയും വർഷത്തോളം ഇവർ ഒരു ഈഗോയിസം കൊണ്ട് നടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പം വ്യക്തി ആവണം എന്നില്ല. ഒരുപക്ഷെ കുറച്ചധികം ഏജിന്റെ മാത്രമല്ല, അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം. പക്ഷെ ആ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ്. അപ്പൊ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ കൂടെ നിന്ന ആൾക്കാരിൽ നിന്ന് പോലും ഇവർക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇവരുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പൊള്ളല്, ഈ ഒരു തീജ്വാല എന്ന് പറയുന്നത്, ആ ഒരു പൊള്ളല് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ മനസ്സിന് എന്താ പറയാ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് ഇവർ തിരിച്ചു നടക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോ
ഇവരുടെ ലൈഫിലേക്ക് ഇവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നപ്പോഴേക്കും ഇവർ നിങ്ങളെക്കുറിച്ച് ആ ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സിൽ ഇവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഇവരെ തന്നെയാണ് ഇവർ നിങ്ങളിൽ കാണുന്നത്. ആ ഒരു കാഴ്ചയിലൂടെയാണ് അവർ നിങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായിരിക്കുന്നത് കാലമാണ് അവരെയും ഈ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പക്ഷെ കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കും, ഒരു 2-3 മാസമൊക്കെ മേ ബി ആയി കാണുമായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് ആയിരിക്കില്ല ചിലപ്പോൾ പ്രശ്നം നടന്നിരിക്കുന്നത്. മറ്റു ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതുമായിട്ട് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യുക. 8 ഓഫ് wands ആണ്, കമ്മ്യൂണിക്കേഷൻ കാർഡാണ്, വളരെ ഫാസ്റ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലേക്ക് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞതുപോലെ ഇവർ ആലോചിക്കുകയാണ് നിങ്ങളിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന്. അത് എന്തായാലും ഒരുപാട് വൈകിക്കരുതെന്ന് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എത്രയും വേഗം നിങ്ങളിലേക്ക് ഒരു മെസ്സേജ്, ഒരു കോള്, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കാണാൻ വരണം എന്നൊക്കെ ഇവർക്ക് മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട്. പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമാപണം നടത്താനായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സൺ ആണ്, നിങ്ങളുടെ ലൈഫിനെ എല്ലാ രീതിക്കും ഒരു സക്സസിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിലച്ചു പോകേണ്ട ഒരു ബന്ധമല്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് താനായിട്ട് തന്നെയാണ് ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചീറ്റ് ചെയ്തതും താനായിട്ട് തന്നെയാണ്. അങ്ങനെ ചതിക്കാനായിട്ട് ഇനി ഒരിക്കലും സാധിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു ചതിയുടെ മുറിവ് ഇവർക്ക് തിരിച്ചേൽപ്പിച്ചപ്പോൾ, തിരിച്ചൊരു ആഘാതം ഏൽപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അവരൊരു ക്ഷമാപണത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരുടെ മനസ്സിന്റെ തോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്തകൾ എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിന്റെ ഉയർച്ച അല്ലെങ്കിൽ വിജയമാണ്. അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഓൾറെഡി സ്വാർത്ഥനായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത്രയും നാളും ആ ഒരു സ്വാർത്ഥത ഇവർക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു സ്വാർത്ഥത ഒരു നല്ല കാര്യം എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ബന്ധത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിലച്ചുപോയ ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു നിലച്ചുപോയ സ്ഥലത്ത് നിന്ന് ഒരു റീബർത്ത്, ഒരു പുനർജന്മം ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിക്കും എഫേർട്ട് എടുക്കാനായിട്ട് ഇവർ തയ്യാറായിട്ട് നിൽക്കുന്നു. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു മരണപ്പെട്ടു പോകേണ്ട ഒരു ബന്ധമല്ല ഇത്. ഇതൊരു ഡെത്ത് ആവേണ്ട ബന്ധമല്ല. എല്ലാ രീതിക്കും ഇതിനൊരു റീബർത്ത് വേണം. അതും ഒരു പുതിയ രീതിയിൽ വേണം ഇതിന് റീബർത്ത് സംഭവിക്കാനായിട്ട്. ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് ഒരു സിംഹം, ഒരു ഗർജിക്കുന്ന സിംഹത്തിന്റെ രൂപമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവരൊരു ആട്ടിൻകുട്ടിയുടെ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു നന്മ മനസ്സിലേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അത്ര ഒരു നല്ല മനസ്സ് ഇവർക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ചീത്ത, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇവരിൽ നിന്ന് റിലീസ് ആയി പോയിട്ട് ഇപ്പൊ ഒരു നല്ലൊരു മനുഷ്യൻ, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറിലേക്ക്, നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത്, ഈ ഒരു പേഴ്സൺ എങ്ങനെ ആവണം എന്നാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, ആ ഒരു രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മാറിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവരുടെ ഒരു തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല ഒരു മനസ്സിന്റെ ഉടമയാണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു മനസ്സിന്റെ ഉടമ ആയതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ വിട്ടുകളയാനായിട്ട് തയ്യാറാവാത്തത്. നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ചേസിംഗ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പേഴ്സൺ ഓടുകയാണ്, നിങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാള് നിങ്ങൾ ഇവരുടെ പുറകെയാണ് ഓടിയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പുറകെ ഓടുകയാണ്. നിങ്ങളെ ഒട്ടും വിട്ടുകളയാനായിട്ട് ഇവർക്ക് സാധ്യമല്ല. ഇവരിൽ നിന്നും നിങ്ങളിപ്പോ ഒരുപാട് ദൂരെയാണെന്നൊരു തോന്നലാണ് ഇവർക്കുള്ളത്. കാരണം ഒരുപാട് മുറിവേറ്റ മനസ്സായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഇപ്പൊ നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ ചേസ് ചെയ്തു പോകാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് വന്നു തുടങ്ങിയപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളെ ചേസ് ചെയ്യാണ്. നിങ്ങളുടെ ഓരോ മൊമെന്റ്സ് ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് വില കൊടുത്തിട്ടും നിങ്ങളിലേക്ക് എത്തണമെന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര തുടങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ഏരീസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 44 വന്നിട്ടുണ്ട്,
കൊല്ലം, കാർത്തിക. ജാനുവരി മന്ത് വന്നിട്ടുണ്ട് ജെ എന്നൊരു ലെറ്റർ. 1986 35 എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 44 അഗൈൻ വന്നിട്ടുണ്ട്. 6 വന്നിട്ടുണ്ട്. 28 ഇടുക്കി ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 27 വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. മലപ്പുറം വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ. 32 ചോതി സ്റ്റാർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം. കാപ്രിക്കോൺ അഗൈൻ വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ. 1972 ഡി എന്നൊരു ലെറ്റർ. എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 6 അഗൈൻ വന്നിട്ടുണ്ട്. 30 അശ്വതി എന്നൊരു സ്റ്റാർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ജൂലൈ എന്നൊരു മന്ത് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നാളെ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.